ഇന്ന് ഒരു ക്രിസ്പി ചിക്കൻ ഫോൾഡേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഈവനിങ് സ്നാക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐ ആം ലെക്സി ജേസൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ക്രിസ്പി ചിക്കൻ ഫോൾഡേഴ്സ് ഉണ്ടാക്കാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത്. എല്ലുള്ള ചിക്കൻ പീസ് ആണെങ്കിൽ വേവിച്ചതിന് ശേഷം നമുക്ക് എല്ല് കളഞ്ഞെടുക്കാം. ഇനി ചിക്കനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അല്പസമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ചിക്കൻ വല്ലാതെ ക്രിസ്പിയായി പോകേണ്ടതില്ല. ചിക്കൻ ഇതുപോലെ വെന്ത് പാകമായാൽ നമുക്ക് കോരിയെടുക്കാം. ഇനി ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ 2 സവാള അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി അത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയതും കൂടെ ഇതിലേക്ക് ചേർക്കാം. 5-6 അല്ലി വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ച് പേസ്റ്റാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 2 സ്പ്രിങ് കറിവേപ്പിലയും കൂടി ഈ സമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടാൻ 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ഈ സമയം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. സവാള നല്ലതുപോലെ വഴന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ അല്പം കളറാവാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായിട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വന്നാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ തന്നെ കുഴച്ചെടുക്കുകയാണ്. ഈ ഗോതമ്പ് മാവിനെ ഇനി നമുക്ക് ഉരുളകളാക്കാം. ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അത്ര വലുപ്പത്തിൽ വേണമെന്നില്ല. വലിയൊരു പപ്പടത്തിൻ്റെ വലുപ്പത്തിലൊക്കെ നമുക്ക് പരത്തിയെടുത്താലും മതി. അതല്ലെങ്കിൽ നമുക്കൊരു ഭൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഈ മാവിനുള്ളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലേക്ക് ഫില്ലിംഗ് വെച്ച് അടുത്ത സൈഡ് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തതിന് ശേഷം തുറന്നു പോകാത്ത വിധത്തിൽ നമുക്കിതിനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചോ നല്ലതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന പോലെ വളരെ ഈസിയാണ് ഈ ഫോൾഡിംഗ് സെറ്റപ്പ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മടക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫോൾഡേഴ്സ് തിളച്ച് വരുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കി പൊരിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ചിക്കൻ ഫോൾഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വാദാണ്, കാണാനും നല്ല ഭംഗിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്